ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുഡ് ആൻഡ് ഫ്യൂഷൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, ഓട്സ് ഓംലേറ്റ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓട്സ് ഓംലേറ്റ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ ഓട്സ് ഓംലേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഓട്സ് എടുത്തിട്ട് ഒന്ന് പാലിൽ കുതിർത്ത് വെക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് പാലൊഴിക്കാം. പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയി ഓട്സ് കുതിർത്ത് വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട പൊട്ടിച്ചിടാം. അപ്പം ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 2, 3, 4 എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം. അത് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. അപ്പം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനകത്തോട്ട്. പിന്നെ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് സവാള, ടൊമാറ്റോ. വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ ചില്ലിയും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ ഇനി അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുവാണ്. പിന്നെ കുറച്ച് ഉപ്പ്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഓംലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഓട്സ് ഓംലേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓംലേറ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മൊത്തത്തിൽ പരത്തി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് വെന്തു. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇനി ഈ ഭാഗം കൂടെ ഇത് കുറച്ചുകൂടെ ആവാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഓട്സ് ഓംലേറ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്